ബറാബാസ്, നിനക്ക് പോകാം. നിനക്ക് പകരമായി ക്രൂശിലേറ്റുവാൻ ഞങ്ങൾക്ക് വേറൊരുവനെ ലഭിച്ചിരിക്കുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിന്. ചമ്മട്ടികൾ ചാലുകീറിയ തന്റെ പകരക്കാരന്റെ ദേഹമാസകലം കണ്ട് ബറാബാസ് ഇപ്രകാരം ചിന്തിച്ചു: ഇത്ര കഠോരമായിരുന്നോ ഞാൻ ഏറ്റെടുക്കേണ്ടിയിരുന്ന ശിക്ഷ? തിരിഞ്ഞു നോട്ടമില്ലാതെ ബറാബാസ് ലോകത്തിലേക്ക് പടിയിറങ്ങി. അവൻ ലോകത്തിലായി മാറി. പാപപങ്കിലമായ ലോകം വീണ്ടും പാപത്തെ ചോദിച്ചു വാങ്ങിയപ്പോൾ ലോകം മുഴുവനുമായി ശാപത്തടിയുടെ വിരിമാറിൽ യേശു ക്രിസ്തു മോചനദ്രവ്യമായി മാറി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഇന്നത് ദുഃഖവെള്ളി. നാം അനുഭവിച്ച പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ നമ്മുടെ ആത്മരക്ഷയുടെ വൈമഷ്യത്തിന് കാരണമാകാതിരിക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിലേറി മരിച്ചു. ഇത്രയും പരിശുദ്ധനായവനെ എൻ്റെ പാപങ്ങൾ കൊണ്ട് ഞാൻ വകവരുത്തിയല്ലോ എന്നതാണ് ഈ വെള്ളിയുടെ ദുഃഖം. ഗാഗുൽത്തായുടെ ചെങ്കുത്തായ താഴ്വരയിൽ നിന്നുയരുന്ന ചെകുത്താന്റെ പരാജിത നിലവിളിയാണ് ഈ ദുഃഖവെള്ളിയുടെ വിജയം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഓർത്ത് എൻ്റെ ഈശോയെ, എന്നെ രക്ഷിച്ച എൻ്റെ ഈശോയെ, സാത്താന്റെ തല തകർത്ത ഈശോയെ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, പറയാൻ തിടുക്കം കൂട്ടണ്ട. അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ചാൽ മാത്രം മതി. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ഇപ്രകാരമാണ്: യേശു ക്രിസ്തു നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ആമേൻ.